ഗായ്സ്, ബിഗ് ബോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എല്ലാവരും ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ നെവിൻ പോകുന്ന, കാരണം അത്രമാത്രം ചെറ്റത്തരങ്ങൾ അവിടെ കാണിച്ചു ചെയ്യുന്നത്. പക്ഷേ ആര്യം പോയി. ഇന്നത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് എന്തൊക്കെ ടാസ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം വന്നു എന്നാണ് ഫസ്റ്റ് എല്ലാവരും നോക്കുന്നത്. അതായത് ഈ ബിഗ് ബോസിലെ ഒരു വിന്നർ മെറ്റീരിയൽ ആവണമെങ്കിൽ അവിടെ ഒരു വിന്നർ മെറ്റീരിയൽ വേണം, അവിടെ ഒരു വില്ലൻ മെറ്റീരിയൽ വേണം. സോ ഈ വില്ലൻ മെറ്റീരിയൽ എഗെയിൻസ്റ്റ് വില്ലൻ വന്ന് നന്നായി കളിച്ചാൽ മാത്രമേ ഹീറോയ്ക്ക് അത്രയും ഒരു എന്താ പറയുക, അത്രയും ഒരു രാജാവിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഡോക്ടർ റോബിൻ്റെ എപ്പിസോഡിൽ റിയാസ് ആയിരുന്നു അട്ടർ വില്ലൻ. സോ അവിടെ ഡോക്ടർ റോബിൻ ഒരു രാജാവായിട്ട് വാഴാൻ മാറി. അതുപോലെ ഈ എപ്പിസോഡിൽ എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്തത് ഇവിടുത്തെ ഒരു വില്ലൻ നെവിനാണ്. പക്ഷെ നെവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ പോകുന്ന 3 വ്യക്തികൾ, അനീഷ്, അനുമോള്, ഷാനവാസ്, ആദില, നൂറ്, ഇവരൊക്കെയാണ് വില്ലനിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നവർ. സോ ഇവിടെ ജയിക്കണമെങ്കിൽ ആ വില്ലന് ഓപ്പോസിറ്റുള്ള ആ വില്ലൻ്റെ ആരാ അവർക്കാണ് കൂടുതൽ വോട്ട് കിട്ടി ജയിക്കാനുള്ള ചാൻസ്. സോ ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ആക്ച്വലി പുള്ളിക്കാരൻ എല്ലാ ടാസ്കിലും ജയിച്ചു. പക്ഷേ ആ നെവിൻ ചെയ്യുന്ന തെണ്ടിത്തരത്തിന് എവിടെയെങ്കിലും അവനൊന്ന് തിരിച്ചൊന്ന് പറയുക, അല്ലെങ്കിൽ ഒന്ന് ന്യായീകരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലേടാന്നൊന്ന് വാൺ ചെയ്യുക, അങ്ങനെ ഒന്നും പുള്ളി ചെയ്തില്ല. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആര്യൻ ഔട്ടായിരുന്നു, അല്ലെങ്കിൽ ആര്യൻ പോകില്ലായിരുന്നു. കാരണം ആ ജിസയിൽ പോയപ്പോൾ തന്നെ ആര്യൻ്റെ ഒരു എന്താ പറയുക, സിംഗിൾ ഗെയിം പുറത്ത് വന്നു പുള്ളിയുടെ. ലൈക്ക് അവൻ കുറച്ചുകൂടി ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് മുകളിലോട്ട് വന്നു, എല്ലാവരായിട്ടും ഒന്ന് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. സോ അതുവരെ ഹിഡൻ ആയിട്ടുള്ള ആര്യനെ ജിസയിൽ പോയപ്പോൾ ഒന്ന് വിസിബിളായി തുടങ്ങി ആരെല്ലാവർക്കും. പക്ഷേ ആ മായമോന് ടാസ്കിനും ഒന്നൊന്നേ സ്കോർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും മനസ്സും പുള്ളിയുടെ ഇടം പിടിച്ചു. പക്ഷെ പിന്നീട് ഈ ലാസ്റ്റ് വീക്കിൽ പുള്ളി എന്താ കാണിച്ചത്, പുള്ളീനെ അവരെ 3 പേരും ക്യാപ്റ്റന്മാരാക്കി, നെവിനെ, അക്ബറിനൊക്കെ ക്യാപ്റ്റന്മാരാക്കിയപ്പോൾ ഇവര് തലക്കനം കൂടി. ആര്യന് ഭയങ്കര സീനാണ്. ആര്യന് മനസ്സിലായി, ആര്യൻ്റെ അണ്ടർലൈൻ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ നെവിൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നില്ലേ, അതായത് സ്വന്തമായിട്ട് പുറത്തു പോയിട്ട് ബിഗ് ബോസ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ ചിലപ്പോൾ ആര്യൻ്റെ മനസ്സിലിട്ടാണ് ഓക്കെ ഇവന് എന്തോ ഒരു റോൾ ഇവിടെ ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നിക്കാണുമായിരിക്കും, എനിക്കറിയില്ല, ഉറപ്പില്ല. പിന്നെ ഈ ബിഗ് ബോസ്, അതായത് നെവിനൊരു ഭയങ്കര സീരിയസ്നെസ്സിലാക്കി ചെയ്യുന്ന ഒരു എന്താ പറയുക, ആരും പേടിയില്ലാത്ത, അതായത് സാറ്റർഡേ സൺഡേ മോഹൻലാലിൻ്റെ എപ്പിസോഡിൽ പോലും ലാലേട്ടനെ പേടിയില്ലാത്ത ഒരു പ്രകൃതമാണ്. കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മോഹൻലാലിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളി ഇച്ചിരി ട്രിഗേർഡ് ആവുന്നുണ്ടെന്ന്. എന്താ മോനെ പാൻറ്റിൽ ഉറുമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോഹൻലാൽ. പക്ഷെ എന്നാലും നെവിൻ ഇളക്കത്തോടു കൂടിയാണ് എപ്പോഴും സംസാരം. എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിന് അക്ബറിനും ആര്യനും മേ ബി തോന്നിയിട്ടുണ്ടാവും ഇവൻ ഇച്ചിരി സീനാണ്, അതായത് ഇവന് പുറത്ത് ഭയങ്കര സപ്പോർട്ട്, ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നിക്കാണും, എനിക്കറിയില്ല. സോ ക്യാപ്റ്റന്മാരായപ്പോഴും നെവിനാണ് അവിടെ ഡോമിനേറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഫുഡ് കൊടുക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. അപ്പോൾ അതിനെ കൂട്ടി പിടിച്ചിട്ട് അക്ബറും ആര്യനും സപ്പോർട്ട് ചെയ്യും. മേ ബി എനിക്ക് തോന്നുന്നു അവരത്രയും അവൻ്റെ ഒരു കൺട്രോളിലായിപ്പോയി. അതായത് നെവിന് പവർ ഉണ്ടെന്ന് വെച്ചിട്ട് ഈ അക്ബർ ആര്യനും കൂടി ഇവൻ പറയുന്നത് എന്ത് കേൾക്കും എന്നുള്ളൊരു രീതിയിലോട്ട് മാറി. പക്ഷെ പ്രൈവറ്റായിട്ട് ആര്യൻ ബാക്കിയുള്ളവരോട് പ്രൊളൈറ്റായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുക, അവൻ ഭയങ്കര ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നെവിൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും നെവിനെ സപ്പോർട്ട് ചെയ്ത് അക്ബറും ആര്യനും സ്ട്രെങ്ത് കൂടിയ പോലെ ഇവർക്ക്. സോ അവിടെയാണ് ആര്യനെ വീഴ്ച പറ്റിയത് എനിക്ക് തോന്നുന്നു. ദ ഓൺലി റീസൺ. പക്ഷെ ഇന്നലത്തെ ആദ്യമൊക്കെ ഞാൻ വോട്ട് ചെയ്ത് ആര്യനും അനുമോളിനൊക്കെയാണ് വോട്ട് ചെയ്തത്. അത് ഞാൻ പറഞ്ഞില്ല, ഓരോ എപ്പിസോഡിലും എനിക്ക് ഇവരാണ് നല്ലത്, ഞാൻ ബയസ്ഡ് ആവാൻ തുടങ്ങി. ഇത് എന്ത് സംഭവം സത്യമായിട്ട് നീ മനസ്സിലാവുന്നില്ല. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ നെവിൻ പോകുന്ന വിചാരിച്ചത്, ആരും ഒരിക്കലും ഔട്ടാവുമെന്ന് വിചാരിച്ചത്. കാരണം അവൻ കുറേ ആര്യൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആര്യൻ ആദ്യമൊക്കെ ടാസ്ക് നന്ന് അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ തോൽക്കുന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ പുള്ളിക്കാരൻ റൂൾസ് കട്ടാക്കാൻ തുടങ്ങി. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, എന്ത് വില കൊടുത്തും ഞാൻ ജയിക്കും, എന്ത് വില കൊടുത്തും ജയിക്കുന്നല്ല, എന്നാലും എങ്ങനെയൊക്കെ ജയിക്കണം. ആരെങ്കിലും ഇതിന് പോയിന്റ് ഔട്ട് ചെയ്തത് അവരെ ബ്ലെയിം ചെയ്യാം, സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞാൽ പോലും പോലീസ് ലൈക്ക് ട്രിഗേർഡ്, എന്താ പറയുക, അങ്ങനത്തെ ഒരു പൊസിഷനിലോട്ട് ആരും പോയി തുടങ്ങി. കാരണം അത്രയും ടാസ്കിലെല്ലാം ജയിക്കുമ്പോൾ ഇനിയും ജയിക്കണം എന്നാണ് തോന്നുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ പോയി. സോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ ആര്യൻ അല്ലാണ്ട് പെരുമാറാൻ തുടങ്ങി അവിടെ. ഇന്നലെ ഞാൻ ആര്യനെ മറ്റേ ഇൻ്റർവ്യൂ കണ്ടു പുറത്തിറങ്ങിയപ്പോൾ, അതിൽ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ജെന്യുവനായിട്ട് സംസാരിക്കുന്ന ആര്യൻ ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടത്. പക്ഷേ
ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പ്രഷർ കുക്കറാണ്. സോ അതിൻ്റെ അകത്ത് പോയപ്പോൾ ആര്യൻ ലൈക്ക് പുള്ളിക്ക് നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് പോകുമ്പോൾ അത്രയും ഒരു എന്താ പറയുക ഒരു സിമ്പത്തി വെച്ചിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് പോകുമ്പോൾ നമ്മളെല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും ഫൈനൽ ടിക്കറ്റ് ഫിനാലിൽ നമുക്ക് എല്ലാവർക്കും വേണം, കപ്പടിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹം. അപ്പോൾ പുറത്ത് വന്ന ആര്യൻ ഈസ് ലൈക്ക് ഓക്കെ ആസ് എ ഗെയിമർ ഞാൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് പോയിപ്പോൾ ഹ്യൂമാനിറ്റി എവിടേക്കോ ആര്യൻ്റെ പോയി തുടങ്ങി. മീൻസ് ഹ്യൂമാനിറ്റി അല്ല, ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ റൂൾസ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുക, അങ്ങനെ കുറേ അനുമോളുടെ പുറകെ തന്നെ പോവുക, അറ്റാക്ക് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, അങ്ങനെ എവിടേക്കോ ആയപ്പോൾ ആര്യനുള്ള ആര്യൻ്റെ ക്യാരക്ടർ വിട്ടിട്ട് ആര്യൻ 23 വയസ്സുള്ള ആര്യൻ. പക്ഷെ അതിൻ്റെ അകത്ത് അത്രയും കാലം നിന്നത് ആര്യൻ ഒരു കുറച്ച് മെച്യൂരിറ്റി, 23-കാരന് ഇല്ലാത്തൊരു മെച്യൂരിറ്റി, അതായത് അല്ല ഒരു 30-കാരന് പോലും ഇല്ലാത്തൊരു മെച്യൂരിറ്റിയിലാണ് ആര്യൻ ഇവിടെ നിന്നത്. പക്ഷെ പിന്നെ അത് 23-കാരൻ്റെ ആ ഒരു സൈഡ് പുറത്തോട്ട് വന്നു തുടങ്ങി. ഈ നെവിൻ്റെയും അക്ബറിനും കൂടെ ആ ഗ്യാങ് ഫോം ആയപ്പോൾ ലൈക്ക് ഒരു കോളേജിൽ നമുക്കിപ്പോൾ ഈ ആൾക്കാരെ നമ്മൾ ബ്ലാക്ക്മെയിലൊക്കെ ബ്ലാക്ക്മെയിലല്ല മറ്റേ കോളേജിലൊക്കെ സീനിയേഴ്സ് ഇങ്ങനെ റാഗ് ചെയ്യില്ലേ. സോ ആര്യൻ ഏതാണ്ട് ആ വൈബ് പിടിക്കാൻ തുടങ്ങി. അത് അങ്ങനെ ആയപ്പോൾ അത് ലൈക്ക് ഔട്ട് ഓഫ് ഇതായി പോയി. ആ ഒരു ആര്യൻ്റെ ക്യാരക്ടറിൽ നിന്ന് വിട്ടത് പോയി. മേ ബി അത് നെവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നെവിൻ അത് ആ ഇൻഫ്ലുവൻസിൽ ആരും വീണിരുന്നില്ലെങ്കിൽ മേ ബി അവിടെ നിൽക്കേണ്ട ഒരാളായിരുന്നു. സോ പുള്ളി ആ ലാസ്റ്റ് വീക്കിലാണ് അത്രയും ഒരു വോട്ട് മറിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡ്സിൽ ആകെ കുറച്ച് പേരുള്ളൂ. ഇന്നിപ്പോൾ മണി ബാഗ് എടുക്കുന്ന ഒരു പ്രോമോണ് കണ്ടത്, അത് ആരെടുക്കും നമുക്കറിയില്ല. സോ ഇന്നത്തെ ആ വീഡിയോ കണ്ടപ്പോൾ ആക്ച്വലി കുറച്ച് വിഷമം തോന്നിയില്ല, കാര്യം അവിടെ നിൽക്കണമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ആ ഒരു മൊമെന്റിൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് റീടേക്ക് ഇല്ല. നമ്മൾ എന്താ കളിച്ചു പോകുന്നത് അതിൻ്റെ ബേസിൽ ജനങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ വിക്ടം. സോ അത്രേ ഉള്ളൂ ആ ഗെയിം കളിക്കുമ്പോൾ. മീൻസ് പ്രോപ്പറായിട്ട് അതിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗെയിം ആണെങ്കിലും പിന്നെ മനുഷ്യന്മാരുടെ കൺസിഡറേഷൻ ആണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എല്ലാം ഒരു ഈക്വൽ ലെവലിൽ കൊടുത്ത ആൾക്കാരെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് ധാരണയുള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അത്രേ ഉള്ളൂ. ഞാൻ ലൈവ് ഒന്നും കാണാറൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എപ്പിസോഡ്സ് മാത്രമേ കണ്ടുള്ളൂ. എപ്പിസോഡ്സ് പരമ ബോറിംഗ് ആണ് സത്യം പറയല്ലേ. ഇപ്പം എല്ലാം നല്ല കണ്ടസ്റ്റൻസ് ഔട്ടേ പോയി. നമ്മുടെ കുറ്റമുണ്ട്, അവര് കറക്റ്റ് വോട്ട് ചെയ്തില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, സാബുമാർ എങ്ങനെയാണ് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആരിനെക്കാട്ടും എത്രയോ ഡിസർവിങ് അല്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് പോലും സാബുമാർ അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്ന ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്ത് ചെയ്തിട്ടാ. പുള്ളി ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കുന്നുണ്ട്, പക്ഷെ അറിയില്ല, മേ ബി ഇന്നത്തെ ഈ ഒരു ബിഗ് ബോസിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു. കാരണം സാബുമാനെക്കാട്ടും ഭയങ്കര ബോറായിട്ട് ഭയങ്കര മോശമായിട്ട് ഈ നെവിനും ആര്യനും അക്ബറൊക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ അതിനെ ബേസ് ചെയ്യുമ്പോൾ സാബുമാൻ പാവാണ്, ഹ്യൂമാനിറ്റി ഉണ്ട്, അങ്ങനെയുണ്ട് ആയിരിക്കും ജയിക്കുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവിടുത്തെ ഇൻജസ്റ്റിസ് കണ്ട ഇടപെടുന്ന ഒരാൾക്കാണ് ബിഗ് ബോസ് കപ്പ് കൊടുക്കാൻ പോകുന്നത്. മീൻസ് പ്രേക്ഷകരെ മനസ്സിലൊരു ഇടം നേടാൻ പോകുന്നത്. അവിടുത്തെ ഇൻജസ്റ്റിസ് നല്ലൊരു വില്ലൻ വേണം അവിടെ. റിയാസിൻ്റെയൊക്കെ പോലത്തെ നല്ലൊരു അടിപൊളി വില്ലൻ ഉണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഹീറോ വന്നാൽ അതിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അവിടെ ടാസ്ക് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. അടുത്ത എപ്പിസോഡിൽ നല്ല അടിപൊളി എപ്പിസോഡാണെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല.